അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് ഒരു അതൃപ്തിയും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിട്ടുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അത്തരത്തിലുള്ള സ്വാഭാവികമായിട്ടുള്ള പ്രതികരണമാകും. അത് പാർട്ടിയുമായി കൂടിയാലോചനയൊക്കെ നടത്തുമ്പോൾ അവര് പിന്നെ അവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും. ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു സീറ്റ് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് പാർട്ടിയിൽ നിന്ന് പോകുന്ന ആളുകളൊന്നല്ല അവരൊക്കെ പാർട്ടിയിൽ കാലങ്ങളായി പ്രവർത്തിച്ച് വരുന്നവരാണ്. അവർ MLA ആയിട്ടുള്ള ആൾക്കാരാണ്. മറ്റ് പാർട്ടി കൊടുത്തുള്ള സ്ഥാനമാനങ്ങളൊക്കെ വഹിക്കുന്നവരാണ്. അപ്പം അതിന്റെ ഒക്കെ വിലമതിക്കുന്നവരാണ്. അവരൊന്നും അതിന്റെ പേരിൽ പാർട്ടി വിട്ടു പോകുമെന്ന് ഞങ്ങൾ ആരും വിചാരിക്കുന്നില്ല. ഇന്നലെ പാണക്കാട് നിന്ന് മുസ്ലിം ലീഗിന്റെ 27 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അല്ലേ? പാണക്കാട് നിന്നതിന്റെ പ്രഖ്യാപനം ഇന്നലെ ഉണ്ടായി. അപ്പോൾ ആ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ഞാൻ കരുതിയത് MK മുനീറിനെ പോലെ ഉള്ളവർ വലിയ വിവാദങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ പ്രതിഷേധങ്ങളൊക്കെ ആയിട്ട് രംഗത്തെത്തുമെന്നാണ്. പക്ഷേ വളരെ കൃത്യമായിട്ട് മുനീർ തൻ്റെ കാര്യങ്ങൾ, തനിക്ക് പാർട്ടി നൽകിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ബോധ്യമുള്ള മുനീർ വളരെ കൃത്യമായി പ്രതികരണങ്ങൾ നടത്തി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയില്ല. മാത്രമല്ല അതിന് തൊട്ടു പിന്നാലെയാണ് ഒരു അബ്ദുറഹ്മാൻ രണ്ടത്താണി. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, ഇത്രയും കാലമായി 70 വയസ്സിൻ്റെ അടുത്താകാറായി, മനസ്സിലായില്ലേ? ഇത്രയും കാലമാകാറായി പാർട്ടി ഇന്ന് വരെ പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ട് 1 രൂപയുടെ ഉപകാരം ആ വ്യക്തിക്കുണ്ടായിട്ടുണ്ടാവില്ല. ഒരു പാർട്ടി ഒരു വാർഡ് മെമ്പർ പോലും ആക്കിയിട്ടില്ല. പാർട്ടിയുടെ ശാഖാ കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നല്ലാതെ പാർട്ടി ഇന്ന് വരെ ഒരു വാർഡ് മെമ്പർ പോലും ആക്കിയിട്ടില്ല. അപ്പം ഞാൻ ഇന്നലെ ആ വ്യക്തി ഇങ്ങനെ വന്നിട്ട് പാക്കിങ്ങിലൊക്കെ നിൽക്കുമ്പോഴേ ഇതിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ആലോചിക്കുക, പടച്ചോനെ ഒന്ന് ആലോചിച്ച് നോക്ക്, ആ മനുഷ്യന് ഒരു പരാതിയില്ല. 10, 40, 50 കൊല്ലക്കാലം ഈ പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ചിട്ട് ഒരു വാർഡ് മെമ്പർ പോലും ആകാൻ കഴിയാത്തതിൽ ആ മനുഷ്യന് ഇന്ന് നിമിഷം വരെ ഒരു പരാതിയില്ലടോ. ഞാൻ ഉദാഹരണം പറഞ്ഞതാ. അങ്ങനത്തെ 10,000-ങ്ങളുള്ളടുത്ത് നൂർബിന റഷീദുമാരും അബ്ദുറഹ്മാൻ രണ്ടത്തിമാരൊക്കെ കൊടുവാളുമായിട്ട് ഇറങ്ങുമ്പോൾ ഒരു 10,000 തവണ നിങ്ങൾ ആലോചിക്കണമായിരുന്നു. ഈ പാർട്ടിയുടെ പേരിൽ 1 രൂപയുടെ സഹായം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, സഹായമല്ല ഞാൻ പറയുന്നത്, നേട്ടം. സഹായം പാർട്ടി പല ആളുകൾക്കും പല സഹായങ്ങൾ ലഭിക്കാറുണ്ട്. അങ്ങനെയല്ല, പാർട്ടി നേതാവായതിൻ്റെ പേരിൽ, അതിൻ്റെ പേരിൽ 1 രൂപ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പാർട്ടിയോട് കണക്ക് പറയേണ്ടി വരും. ബാക്കിയുള്ളവരെ പോലെ അല്ല. അതോർത്തോ. പേര് അബ്ദുറഹ്മാൻ രണ്ടത്താണിയാണ്, പേര് നൂർബിന റഷീദാണ്. അതുകൊണ്ട് കണക്ക് പറയേണ്ട ദിവസം വരാനുണ്ട് എന്നുള്ളത് ഒരിക്കലും മറക്കണ്ട. വെറുതെ അങ്ങ് തീരൊന്നുമില്ല. രണ്ടത്താണിയൊക്കെ ഒരുപാട് കണക്ക് പറയേണ്ടി വരും. കാരണം എന്താ, പാർട്ടി MLA ആക്കിയ വ്യക്തിയാ, മനസ്സിലായില്ലേ? അതും പോരാഞ്ഞിട്ട് കഴിഞ്ഞ തവണ 2021 സിറ്റിംഗ് സീറ്റിൽ മത്സരിപ്പിച്ചിട്ട് തോറ്റ വ്യക്തിയാണ്. അപ്പോൾ ഇത്തരക്കാരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ കൊടുവാളെടുത്തോ, നിങ്ങൾ എവിടെ പോയി നിന്ന് മത്സരിച്ചോ, നിങ്ങൾ പാർട്ടിയെ കരിവാരി എറിഞ്ഞോ, ചെളിവാരി എറിഞ്ഞോ, പാർട്ടിയെ കല്ലെറിഞ്ഞോ, പക്ഷേ കണക്ക് പറയേണ്ട ഒരു ദിവസമുണ്ട്. ആ ദിവസം ആ കണക്ക് പറയാതെ അങ്ങോട്ട് കടക്കാൻ പറ്റൂലടോ. അതാണ് അതിൻ്റെ കുഴപ്പം. ബാക്കിയുള്ളവർക്കൊക്കെ ഇപ്പം നമ്മൾ നാട്ടിലാർക്കെങ്കിലുമൊക്കെ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഓൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാണ്ടേയും ഓനെ കാണാണ്ടേയും മുങ്ങി നടക്കാനൊക്കെ പറ്റുമായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ സ്ഥലത്ത് ഈ കണക്കങ്ങോട്ട് ബോധിപ്പിക്കാതെ പിന്നെ ഒരു സെക്കൻഡ് അങ്ങോട്ട് പോകാനോ ഇങ്ങോട്ട് പോകാനോ മുങ്ങി നടക്കാനോ ഒന്നും പറ്റൂല. ആ നിപ്പ് നിൽക്കേണ്ടി വരും കണക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ. മനസ്സിലായില്ലേ? ആ നിപ്പ് നിൽക്കേണ്ടി വരും കണക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് കൊടുവാളൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം. നിങ്ങളൊക്കെ പാർട്ടിയുടെ നേതാവായതിൻ്റെ പേരിൽ എല്ലാം ലഭിച്ചവരാണ്. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചോ, സാധാരണക്കാരായിട്ട് പാർട്ടിയുടെ കൊടി മാത്രം ലഭിച്ച ആളുകളുണ്ട്, ആ കൊടി മാത്രം പിടിച്ച ആളുകളുമുണ്ട് 10,000-ങ്ങള്. അവരെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെടാനാണ് തീരുമാനമെങ്കിൽ
ഒളിപ്പിച്ചിരിയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പാർട്ടിയുടെ ലേബലിൽ നിന്ന് നേടിയതൊക്കെ തിരിച്ച് പാർട്ടിയുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇറങ്ങിപ്പോടോ ആദ്യം. പിന്നെ ഇത് തിരിച്ച് വെക്കാൻ പറ്റാത്ത കുറേ നക്കിയിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ നാളെ അള്ളാൻ്റെ മുമ്പിലും കണക്ക് പറയേണ്ടി വരും. ഓർത്തോ, അല്ലാണ്ട് പാർട്ടിയാണ്, പാർട്ടിയെ കരിവാരി തേച്ചുകൊണ്ട് പാർട്ടിക്കകത്ത് നിൽക്കാമെന്ന് ഒരുത്തനും കരുതണ്ട. പാർട്ടിയാണ്. പാണക്കാട് തങ്ങൾ പറയും, ആ പാണക്കാട് തങ്ങളുടെ അടുത്ത് ഇന്നലെ നമ്മൾ കണ്ട വലിയൊരു ചില കാര്യങ്ങളുണ്ട്. പാണക്കാട് തങ്ങൾ ഇന്നലെ പാണക്കാട്ടിൽ നിന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുക. അപ്പോൾ കുറേ ആൾക്കാർ അവിടെ ഉണ്ടായി, പാണക്കാട്ടുണ്ടായി, സ്ഥാനാർത്ഥികളായവരും അല്ലാത്തവരൊക്കെ പാണക്കാടുണ്ട്. പാണക്കാട്ട് പിന്നെ ആളുകളില്ലാത്ത നേരമില്ലല്ലോ. അപ്പോൾ പാണക്കാട്ട് ഇന്നലെ സ്ഥാനാർത്ഥികളായവരും അല്ലാത്തവരും ഒക്കെ പാണക്കാടുണ്ട് അല്ലേ. ചില ആളുകൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അറിഞ്ഞ് പാണക്കാടെത്തിയ ആളുകളുമുണ്ട്. ഇവരൊക്കെ ഇത് എന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്ത ചില ചിത്രങ്ങളുണ്ട്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ പാണക്കാട്ട് നിന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ ഉടനെ ചില ആളുകളൊക്കെ പോയത് നേരെ സയ്യിദുൽ ഉലമയുടെ അടുത്തേക്കാ, സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ അടുത്തേക്കാ. വല്ലാത്തൊരു അനുഭൂതി ഉണ്ടാകുന്ന നിമിഷ. നമ്മൾ മുസ്ലിം ലീഗുകാരനാണ്, സമസ്തക്കാരനാണ് എന്നൊക്കെ പറയുമ്പോഴും അതൊരു ആത്മാഭിമാനമായി കൊണ്ട് നടക്കുമ്പോഴും പാണക്കാട്ട് നിന്ന് പറയുന്നു, ആരെ പോയി കാണുന്നു? ജിഫ്രി തങ്ങളെ പോയി കാണുന്നു. അപ്പോൾ അഷ്റഫ് അലിയും അതുപോലെ പ്രതീക്ഷിക്കാത്ത ആളുകളൊക്കെയാണ് തങ്ങളടുത്ത് പോണത്. എന്നിട്ട് അവരത് പങ്കുവെക്കുക വലിയ അഭിമാനത്തോടെ, വലിയ സന്തോഷത്തോടെ. പി.കെ. ബഷീറൊക്കെ ജിഫ്രി തങ്ങളടുത്ത് പോയിട്ട് ആ അനുഗ്രഹവും വാങ്ങിയിട്ട് അവിടുന്ന് കൈ പിടിച്ച് മുത്തിയിട്ട് അവിടുന്ന് ഉഷാറാക്കണോടോ, അല്ല റാഹത്തിലാക്കട്ടെ എന്ന് ജിഫ്രി തങ്ങൾ പറയുമ്പോൾ അതിന് ആമീനും പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി വന്നിട്ട് അത് ആ അഭിമാനത്തോടു കൂടി ഈ ഉമ്മത്തിനോട് വിളിച്ചു പറയാ. എന്നാ ചിലരോ എനിക്ക് സീറ്റ് കിട്ടിയില്ല എന്നും പറഞ്ഞിട്ട് കൊടുവാളുമായിട്ട് ഇറങ്ങുക. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർത്തോളി, ഈ പാർട്ടിയിൽ നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്ത ആളുകൾ, അത് ഇപ്പോൾ പി.കെ. ബഷീർ ആയതുകൊണ്ടോ, അബ്ദുൾ റബ്ബ് ആയതുകൊണ്ടോ, കുഞ്ഞാലിക്കുട്ടി ആയതുകൊണ്ടോ, കെ.എം. ഷാജി ആയതുകൊണ്ടോ, അബ്ദുറഹ്മാൻ രണ്ടത്താണി ആയതുകൊണ്ടോ, നൂർബിന റഷീദ് ആയതുകൊണ്ടോ, ഫാത്തിമ ദഹ്ലി ആയതുകൊണ്ടോ ഒന്നുമല്ല. നിങ്ങൾ മത്സരിച്ചത് ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് കോണി അടയാളത്തിൽ മത്സരിച്ചത് കൊണ്ടാണ്. അത് മാത്രം, ചിഹ്നം കോണി നോക്കിയിട്ട് ഇപ്പുറത്തെ എഴുതിയ പേരോ അപ്പുറത്തെ എഴുതിയ സ്ഥാനാർത്ഥിയുടെ ഇനീഷ്യലോ അഡ്രസ്സോ ഒന്നും നോക്കാതെ ചിഹ്നം നോക്കിയിട്ട് കോണി അടയാളത്തിലാണോന്ന് ഒരു 10 തവണ ഉറപ്പ് വരുത്തിയിട്ട് കുത്തിയ ആളുകളുണ്ടോ ലക്ഷങ്ങള്. അവരെ വെല്ലുവിളിച്ചുകൊണ്ട്, പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് അപ്പുറത്ത് പോയി നിന്നിട്ട് ഉണ്ടാക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഓർത്തോളി, നിങ്ങൾ ഓർത്തോളി, വിളിക്കുന്നതും വെല്ലുവിളിക്കുന്നതും പാർട്ടിയെയാണെന്ന്. ചിലപ്പോൾ വല്ലാണ്ട് വികാരഭരിതമായി പോവും. കാരണം എന്താ അറിയോ, ഈ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരെന്ന് പറയുന്നത് നിങ്ങൾ അറിയാത്ത പ്രവർത്തകരുണ്ട്. ആരറിയാത്ത? ഈ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പോലെ, നൂർബിന റഷീദിനെ പോലെയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാനും കാണാനും അറിയാനും പറ്റാത്ത പ്രവർത്തകരുണ്ട്. ചിലപ്പോൾ മുസ്ലിം ലീഗുകാരനാണെന്ന് ആ നാട്ടിലുള്ള ഒരു കുട്ടിക്ക് പോലും അറിയില്ല. എന്നാ ഓൻ്റെ ഉള്ളിലോ ഓൻ്റെ ചങ്കിലങ്ങോട്ട് കത്തിവെച്ചങ്ങോട്ട് കോറിയാലുണ്ടല്ലോ ചോര പച്ച വരിക, ചോന്നതല്ല. അങ്ങനത്തെ മുസ്ലിം ലീഗുകാരുണ്ടോ? അത് നിങ്ങൾക്കറിയോ? നമ്മൾ ഈമാനിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയും ഇഖ്ലാസ് ഉള്ളവരെന്ന്. അതുപോലെ തന്നെ ആ ഈമാനിലും ഇഖ്ലാസമുള്ളവർ, അതുപോലെ ഈ രാഷ്ട്രീയത്തിലും ഇഖ്ലാസ് ഉള്ളവർ. അതാണ് ഞാൻ പറഞ്ഞത്, ഓൻ്റെ ചങ്ക അങ്ങോട്ട് കോറിയിടുമ്പോൾ അറിയുള്ളൂ ഓൻ്റെ ചങ്കിലെ ചോര പച്ചയാണെന്ന്. അല്ലാണ്ട് ഓൻ്റെ നാട്ടിലുള്ള ഒരുത്തനും അറിയില്ലായിരിക്കും മുസ്ലിം ലീഗുകാരനാണെന്ന്. അങ്ങനെ പാർട്ടിയെ നെഞ്ചിൽ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ മുമ്പിലൂടെ ഇങ്ങനെ വെല്ലുവിളിച്ചിട്ട് മറുകണ്ഠം ചാടിയിട്ട് അങ്ങനെ അങ്ങ് ആളാകാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ പോയിനടോ, പോയി. അള്ളാനെ വെല്ലുവിളിച്ചിറങ്ങിയ ആൾക്കാരുണ്ട് അല്ലേ.
ഇല്ലേ? നിങ്ങൾ നോക്കി, ഈ വെല്ലുവിളി ഇറങ്ങിപ്പോക്കു ഇന്നും ഇന്നലെയാണോ? ഇല്ലല്ലോ. ആദമിനെ മണ്ണിന്നുണ്ടാക്കിയിട്ട് അങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് അള്ള പറഞ്ഞ് എല്ലാവരും ഒന്ന് സുജൂദ് ചെയ്താളീന്ന്, അല്ലേ? അപ്പൊ എല്ലാവരും സുജൂദിക്ക് പോയി ആദമിന്റെ മുമ്പിൽ. അപ്പൊ ഒരുത്തൻ ഹേയ് പറ്റൂല, ഓനെ മണ്ണാ, ഞാൻ പ്രകാശമാണ്, ലൈറ്റാണ്, ലൈറ്റ്, അതുകൊണ്ട് എനിക്ക് ഓൻ്റെ മുമ്പിൽ തല കുനിക്കാൻ പറ്റൂല എന്ന്. ആരോടാ പറയണേ? ഓനിയും ഇന്നിയും ഓനിയും എല്ലാവരും ഉണ്ടാക്കി അള്ളഹാനോടാ പറയണേ. അള്ള പറഞ്ഞ് കടക്ക് പുറത്ത്. ഏത് പിണറായി വിജയൻ അല്ല, കടക്ക് പുറത്ത് നിന്ന് ആദ്യം പറഞ്ഞ വ്യക്തിയാരാ? പടച്ച തമ്പുരാനാ. ആരോട് പറഞ്ഞു? ഇബിലീസിനോട് പറഞ്ഞു കടക്ക് പുറത്ത്. എന്താ ഘട്ടം? ഇതേപോലെ ഒരു ഘട്ടം, സ്ഥാനാർത്ഥി പട്ടികയെല്ലാം പ്രഖ്യാപിക്കും പോലെയുള്ളൊരു ഘട്ടം. അല്ലേ? ഇന്നലെ ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക തങ്ങൾ പറഞ്ഞപ്പോഴാണല്ലോ അവിടുന്ന് കുരു പൊട്ടിയത് ചില ആളുകൾക്ക്. അതുപോലെ ആദമിനുണ്ടാക്കിയിട്ട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആ മൂപ്പര് പറ്റൂല എന്ന് പറഞ്ഞേ, കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ്. അത്രേ ഉള്ളൂ. അങ്ങനെ തന്നെ. അതുകൊണ്ട് ഈ പറയുന്ന ചില കിബിറിൻ്റെയും അഹങ്കാരത്തിൻ്റെയും വെല്ലുവിളിയുടെയും ധാർഷ്ട്യത്തിൻ്റെയും ഒക്കെ ഈ കളികള് അത് ഇബിലീസിൻ്റെതോ, ആ ക്യാരക്ടർ ഇബിലീസിൻ്റെതാ. ഇബിലീസ് എവിടെ കാണിച്ചു? ആദമിന്റെ മുമ്പിൽ കാണിച്ചു. ഇപ്പൊ രണ്ടത്താണിമാരെ എവിടെ കാണിക്കുന്നു? തെരഞ്ഞെടുപ്പിലും കാണിക്കുന്നു. ആ ക്യാരക്ടർ ഇബിലീസിൻ്റെതാ. അപ്പൊ കടക്ക് പുറത്ത് നിന്ന് രണ്ടത്താണിയോടും പറഞ്ഞു, ഇബിലീസിനോടും പറഞ്ഞു. പറഞ്ഞ വ്യക്തികൾ വ്യത്യാസമാ. ഒന്ന് അള്ള പറഞ്ഞു, മറ്റേത് തങ്ങൾ പറയും.